നീരജ് മാധവന്റെ വീടിന്റെ ഉള്ളിലുള്ളത് സിനിമ സിനിമ ഫോട്ടോഗ്രാഫർ നശിപ്പിച്ച് ഇവൻ വന്ന് പെരിയ ഫോട്ടോഗ്രാഫർ. പെൺകുട്ടികളുടെ ഫോട്ടോ മാത്രമേ എടുക്കുള്ളല്ലേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരായ നീരജ് മാധവന്റെ വീട്ടിലേക്കാണ്. നമ്മുടെ RDXൽ നല്ല തകർപ്പൻ അഭിനയം കാഴ്ചവെച്ച നമ്മുടെ നീരജ് മാധവന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമുക്ക് പോകുമ്പോഴത്തെ കാഴ്ച നമുക്കൊക്കെ കണ്ട് അങ്ങ് പോവാം. പിന്നെ ആളുണ്ടെങ്കിൽ ആളെന്ന് കാണാം, അല്ലെങ്കിൽ നമുക്ക് വീടൊക്കെ കണ്ട് വീടും പരിസരമൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാൻ ട്രെയിൻ വന്നു. നമുക്കങ്ങനെ കാഴ്ചകൾ കണ്ട് അങ്ങനെ യാത്രയിലേക്ക് അങ്ങ് പോവാം. ഞാനങ്ങനെ കണ്ണൂരിൽ നിന്ന് വിട്ട് അങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ അങ്ങനെ കൊയിലാണ്ട് എത്തി. നമുക്ക് കാഴ്ചകൾ കണ്ടങ്ങ് പോവാം.
ഇവിടെയൊക്കെ അടുത്തൊരു ചേട്ടനുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. വഴി അറിയില്ല, അതുകൊണ്ട് ചോദിച്ചു നോക്കാം. ഇനി അതോട് കൂടി എവിടെയാ നീരജ് മാധവ്? പാലാട്ട് നഗർ. പാലാട്ട് നഗറാ? പാലാട്ട് നഗർ എങ്ങോട്ടേക്കാ ശരിക്കും വരുവാ? തിരുനൂര് ഭാഗത്താണത്. അങ്ങോട്ടേക്ക് അല്ലേ? ആ ഓക്കെ. നേരെ ഇങ്ങോട്ടേക്കല്ലേ വരുവാ? വലത്തോട്ടല്ലേ? അന്നപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ ഓക്കെ ശരി ശരി. ഇന്ന് അടുത്താന്ന് പറഞ്ഞേ, നമുക്ക് ആ ഒരു വഴിയിൽ നിന്ന് പോവാം. ഓക്കെ. നീരജ് മാധവന്റെ വീട് അങ്ങോട്ട് നമുക്ക് വഴി അറിയില്ല, അവിടെ ചോദിച്ചു. ഇവിടെ നേരെ അങ്ങോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലെ ഇവിടെ നേരല്ല, ഇവിടെ നേരെ പോയിട്ട് റൈറ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ. ഓക്കെ ഏട്ടാ ബൈ. ശരി. നേരെ അങ്ങോട്ട് പോയിട്ട് വളവ് തന്നെ റൈറ്റിലേക്കുള്ള വളവിൽ ഇവിടെ തന്നെ നേരെ പോയി റൈറ്റിലേക്കുള്ള വളവ് തന്നെ. ഓക്കെ ശരി. അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതന്നെ വീട്. ഈ വീട് തന്നെ എത്തി. ആളുണ്ടോ നോക്കാം. ഞാൻ ചോദിച്ച് നീരജ് മാധവേട്ടൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ആളുണ്ടെങ്കിൽ ആളെയൊന്ന് കാണാം. ആളുണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ അവിടത്തേക്ക് പോയി നീരജ് മാധവൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണ്.
അപ്പോൾ ആളവിടെ ഇല്ലയെന്നാണ് പറഞ്ഞത്. ആള് എറണാകുളത്ത് ഷൂട്ടിംഗ് തിരക്കിലാണ് ഉള്ളത്. അടുത്ത ആഴ്ച അങ്ങനെ വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീടും പരിസരമൊക്കെ ഞാൻ കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് കുത്തി പിടിച്ചേട്ടോ. ഓക്കെ, ബൈ.